കരിപ്പൂർ വിമാനത്താവളത്തിൽ ഓൺലൈൻ ടാക്സി ഡ്രൈവറെ ഓട്ടോറിക്ഷ തൊഴിലാളി മർദ്ദിച്ചതായി പരാതി. പരിക്കേറ്റ മുക്കം സ്വദേശി ദീപേഷ് കുന്നുമൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. കരിപ്പൂർ പോലീസിൽ ദീപേഷ് പരാതി നൽകി. ബുക്ക് ചെയ്ത യാത്രക്കാരനെ വാഹനത്തിൽ കയറ്റാൻ പോയപ്പോഴാണ് മർദ്ദനമുണ്ടായത്. സിനോജ് തോമസ് ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ. സിനോജ്, ഇതിപ്പോൾ ഈ ഓൺലൈൻ ടാക്സി ഓട്ടോ ഡ്രൈവർമാർ എന്നൊക്കെ തമ്മിലുള്ള ഒരു തർക്കങ്ങളൊക്കെ നമ്മൾ മുൻപും കണ്ടിട്ടുണ്ട്. അതേ രീതിയിൽ മറ്റൊരു പ്രശ്നം തന്നെയാണ് ഇവിടെ. ആ രീതിയിൽ തന്നെയുള്ള പ്രശ്നം തന്നെയാണ് ഈ യാത്രയുമായി ബന്ധപ്പെട്ട്. ഇതിപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? ഈ പരാതി എന്താണ്? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രുതി, അതായത് കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരും ഒപ്പം തന്നെ ഓട്ടോ ടാക്സി ജീവനക്കാരും തമ്മിലുള്ള തർക്കം ഇത് ആദ്യത്തെ സംഭവമല്ല. ഇതിന് മുൻപും സംഘർഷങ്ങളും തർക്കങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ തന്നെ പോലീസ് ഇടപെട്ടതാണ്. പക്ഷേ ഇത്തരത്തിൽ ഗുരുതരമായി പരിക്കുപറ്റുന്ന സംഭവം ആദ്യമായിട്ടാണ്. കോഴിക്കോട് മുക്കം സ്വദേശിയായി 36 വയസ്സുള്ള ദീപേഷ് എന്ന് പറയുന്ന ഓൺലൈൻ ടാക്സി ഡ്രൈവർക്കാണ് ഗുരുതരമായി പരിക്ക് പറ്റിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ നടുവിന് പൊട്ടലുണ്ടായി എന്നാണ് മെഡിക്കൽ കോളേജ് നടത്തിയ പരിശോധനയിൽ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഓർത്തോ വിഭാഗത്തിൽ അദ്ദേഹം ചികിത്സയിൽ കഴിയുകയാണ്. കഴിഞ്ഞ ദിവസം രാവിലെ 10:40 ഈ സംഭവം നടക്കുന്നത്. കോഴിക്കോട് വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ ഒരു യാത്രക്കാരൻ ഓൺലൈൻ വഴി ഈ ദീപേഷിൻ്റെ ടാക്സി ബുക്ക് ചെയ്യുന്നു. അങ്ങനെ യാത്രക്കാരനെ എടുക്കാൻ വേണ്ടി അദ്ദേഹം ഓൺലൈൻ ടാക്സി പിക്കിംഗ് പോയിന്റിൽ പോയി നിൽക്കുന്ന സമയത്താണ് അവിടെ എത്തിയ ഒരു ഓട്ടോ ഡ്രൈവർ ഇവിടെ നിന്ന് യാത്രക്കാരെ കയറ്റാൻ പാടില്ല, ഓൺലൈൻ ടാക്സിക്കാർ ഇവിടെ നിന്ന് യാത്രക്കാരെ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദീപേഷിനെ ആക്രമിക്കുന്നത്. കയ്യിലുണ്ടായിരുന്ന ചാവി ഉപയോഗിച്ച് മുഖത്തും തലയിലൊക്കെ തന്നെ കുത്തി പരിക്കേൽപ്പിക്കുകയും തുടർന്ന് ചവിട്ടി നിലത്തിടുകയും നടുവിനൊക്കെ തന്നെ ചവിട്ടുകയാണ് ചെയ്തത്. ഓടിയെത്തിയ നാട്ടുകാരും മറ്റ് ടാക്സി ഡ്രൈവർമാരും ചേർന്നാണ് ഇരുവരെയും പിടിച്ചു മാറ്റുകയും ദീപേഷിനെ കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തത്. താലൂക്ക് ആശുപത്രിയിൽ നിന്ന് നടത്തിയ പരിശോധനയിൽ പരിക്ക് ഗുരുതരമായി എന്ന് കണ്ടെത്തിയോടുകൂടിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. നിലവിൽ ചികിത്സയിൽ കഴിയുകയാണ്. കരിപ്പൂർ പോലീസിന് ദീപേഷ് പരാതി കൈമാറുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ദീപേഷ്. ശരി, സിനോജ് തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.